നമ്മുടെ ക്വസ്റ്റ്യൻ 7/77 പ്ലസ് 7/78 പ്ലസ് 7/79 പ്ലസ് 7/80. ഈ നമ്പറിനെ നമ്മൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്തെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ പവറായ 7/77, 7/77 ഞാനും 7/77 ഞാനും ഇവിടെ എഴുതി. ഞാൻ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. ഇനി 7/77 ഇവിടെ 7/77 പുറത്തെടുത്താൽ ഇവിടെ ബാക്കി 1, ഇത് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ബാക്കി 1. ഇനി ഇവിടെ 7/78 നമുക്ക് 7/77 പുറത്തെടുത്താൽ ഇവിടെ 7/1. ഇവിടെ പുറത്തെടുത്താൽ 7/2. ഇവിടെ പുറത്തെടുത്താൽ 7/3. ഇത്ര വന്നു. ഇനി നമുക്കറിയാം 7/77 ഞാൻ ബ്രാക്കറ്റിൽ അതിന്റെ പവർ വരുന്നത് നമുക്ക് നോക്കാം. 1 പ്ലസ് 7/1 7 പ്ലസ് 7/2 എന്ന് പറഞ്ഞാൽ 49. പിന്നെ 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്താൽ 7/7/77 ഇൻറ്റു 400 കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 80 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 80 കൊണ്ട് ഡിവൈഡ് ഈ ടൈമിനെ മൊത്തത്തിൽ നമ്മൾ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 80 കൊണ്ട് ഡിവൈഡ് ചെയ്തതിലൂടെ ഈ 0 കട്ട് ചെയ്തു. ഈ 8നെ കട്ട് ചെയ്താൽ നമുക്ക് മതി. നമുക്ക് ഒരു പെർഫെക്റ്റ് നമ്പറാണ് കിട്ടിയത്. പൂർണ്ണസംഖ്യ കിട്ടി. 5 ഇൻറ്റു ഈ നമ്പറിനെ ചെയ്താൽ നമുക്ക് ഇവിടെ റിമൈൻഡർ ഒന്നും വരില്ല. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ശിഷ്ടമൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മള് A/m/A/n എന്ന് പറഞ്ഞാല് A/m-n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ ആ രീതിയിലാണ് ഇതിന്റെ ഇത് ചെയ്യുക. സമാന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. 3/300 പ്ലസ് 3/301 പ്ലസ് 3/302 പ്ലസ് 3/303. ഈ സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ശിഷ്ടം. അപ്പൊ നമ്മള് ഉള്ള ഏറ്റവും ചെറിയ പവറായ 3/300 ഞാൻ പുറത്തേക്ക് ബ്രാക്കറ്റ് ഇട്ടു. 3/300 ബൈ 3/300 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3/301 3/302 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3/1 കിട്ടും. ഇനി 302 ചെയ്താൽ 3/2 കിട്ടും. 303 ചെയ്താൽ 3/3 കിട്ടും. പിന്നെ നമ്മൾ ബ്രാക്കറ്റുള്ളതിന് വാല്യൂ കാണാം. 1 3/1 പറഞ്ഞാൽ 3, 3 സ്ക്വയർ പറഞ്ഞാൽ 9, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇനി 3/300 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് 40 കിട്ടും. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ 5നെ 40 നമുക്ക് കട്ട് ചെയ്ത് 8 കിട്ടും. അപ്പൊ 3/300 ഇൻറ്റു 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പൂർണ്ണ സംഖ്യയാണ്. ഇതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഒരു ശിഷ്ടം വരാനുള്ള സാധ്യത. അപ്പൊ ഇതിൽ നമുക്ക് ശിഷ്ടം ഇല്ല എന്ന് തന്നെ പറയാം.